എന്നാ പറ്റിയേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ല എന്റെ ചങ്ങായി. നമ്മുടെ ഷാജിപ്പാപ്പന്റെ ആടിനെ പുലി പിടിച്ചോന്ന്. പുലി പിടിച്ച? ആ പുലി തന്നെയാന്ന് എന്നെ ഇത്ര ഉറപ്പാ? ഉറപ്പാ പുലി തന്നെയാ. ഇന്നലെ രാത്രി ഞാൻ അടുക്കള വശത്ത് നിന്നപ്പോ പുറത്തുനിന്ന് ഒരു അനക്കം വിളിച്ചു കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അത് പുലി തന്നെയാന്ന്. എന്നിട്ട് ഞാൻ അകത്തേക്ക് നോക്കി, ചേട്ടാ ദേ പുലി എന്ന് പറഞ്ഞതും ചേട്ടൻ ഇറങ്ങി വന്നോ? ഇല്ല, പുലി ഓടിക്കളഞ്ഞു. എന്നാൽ അത് പുലിയായിരിക്കുകയല്ല, അപ്പുറത്തെ വീട്ടിലെ അലിയായിരിക്കും. അടുക്കള വശത്ത് ഒളിഞ്ഞോട്ടോ അവന്റെ സ്ഥിരം പരിപാടി. എനിക്ക് മനസ്സിലാവാത്ത ഇപ്പൊ ഇതൊന്നല്ല. ഈ പുലി എന്തിനാ ഈ പാവപ്പെട്ട ആടിനെ മാത്രം പിടിക്കണത്? അതിന് വല്ല പശുവിനെയും പിടിച്ചു കഴിഞ്ഞാൽ ആ പുലിയുടെ ഫാമിലിക്ക് അടക്കം തിന്നാനുള്ള ബീഫ് കിട്ടൂലേ? എന്നിട്ട് വേണം ബീഫ് എന്നും പറഞ്ഞ് ആ പാവപ്പെട്ട പുലിനെ നടുറോട്ടിലിട്ട് പട്ടിയെ പോലെ നാട്ടുകാർ തല്ലിക്കൊല്ലാൻ. ഒരേ പുലിവാരം കൊണ്ട് വന്നോളൂ. എന്റെ ദൈവമേ, അന്റെ ആരപ്പത്? അതാണ് ഡാഡി ഗിരിജ. ഡാഡി ഗിരിജ? ആ, നമ്മുടെ ഗിരിജയുടെ ഡാഡി. നമ്മുടെ രമണിയുടെ വീട്ടിൽ അന്തിക്കൂട്ടിന് വന്നിട്ട് ആളെ അറിയാതിരിക്കാൻ വേണ്ടിട്ട് തലയിൽ തുണി ഇട്ടുകൊണ്ട് പോകുന്ന ഡാഡി ഗിരിജ. അങ്ങനെയുണ്ട്. നിങ്ങൾ അതൊന്നും പറയാതെ പുലിയുടെ കാര്യം പറ. അങ്ങനെ പെട്ടെന്ന് പറയാനിത് നിന്റെ കല്യാണക്കാരുമല്ല, ഇത് പുലിയുടെ കാര്യ. പുലി പുലി ബഹളം വെക്കാതിരിക്കും. നമ്മുടെ കുറ്റിക്കാട്ടിലച്ഛൻ വരുന്നുണ്ട്. മൂപ്പരെടുക്കട്ടെ ഒരു തീരുമാനം. അതെ, ഈശോ വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എന്തരേ? എന്തരല്ലാച്ചോ, എന്തോന്ന്? ഞങ്ങള് തിരുവനന്തപുരത്ത് അച്ഛന്മാർക്ക് എന്തോന്നില്ല, എന്തരന്നേ ഉള്ളൂ. എന്തരേ? എന്തിന് വെച്ചിട്ട് അച്ഛൻ അങ്ങനെ ഉരുണ്ടറിഞ്ഞിട്ട് കാര്യമില്ല. ആ പുലിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്തിന്? അല്ല എന്തേ? ഏതായാലും പുലി ഇതറിയണ്ട. എന്തരെന്ന് പറഞ്ഞതാ? അതല്ലെന്ന്, പുലിയുടെ കാര്യത്തിൽ അച്ഛനൊരു തീരുമാനം എടുക്കാൻ പോവാന്ന് പുലി അറിയണ്ടെന്ന്. അതെന്തിരി? പുലി അറിഞ്ഞ അച്ഛന്റെ കാര്യത്തിൽ പുലി ഒരു തീരുമാനം എടുക്കും. പിന്നെ ഒരു കൊല്ലത്തേക്ക് പുലിക്ക് പട്ടിണി കിടക്കേണ്ട വരികയല്ല. അല്ലല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പുലി തന്നെയാണ് ആടിനെ പിടിച്ചതെന്ന് എന്തരാണ് ഇത്ര ഉറപ്പ്? ഇനി അല്ല പെരുമ്പാമ്പ മറ്റേ വിഴുങ്ങിയതാണെങ്കിലാ? നിപ്പും പയറും കണ്ടിട്ട് ആടിനെ വിഴുങ്ങിയത് അച്ഛനാണോ എന്നാ എന്റെ സംശയം. തള്ളേനെ വിഴുങ്ങിയോ? ഷാജിപ്പാപ്പനാ? ഹലോ, എന്നാ? ജയിച്ച? കപ്പടിച്ച? ശരിയെന്നാ. എന്തൊരു വടംവലി മത്സരത്തില് ഷാജിപ്പാപ്പനും ടീമും കപ്പടിച്ചെന്നാ. ആഹ്ലാദിക്കാൻ വരട്ടെ. അതെന്തിരി? പിങ്കിയാടിനെ പുലി പിടിച്ചു എന്നെങ്ങാനും ഷാജിപ്പാപ്പൻ അറിഞ്ഞ അതോടെ തീർന്നു. അടിച്ചടാ മക്കളെ, ഈ ഷാജിപ്പാപ്പൻ കപ്പടിച്ചടാ. ജയിച്ച സന്തോഷത്തിന് ഇന്നത്തെ എല്ലാവരുടെയും ചെലവ് ഈ പാപ്പന്റെ വക. നിങ്ങൾക്ക് എന്താഹാരം വേണമെങ്കിലും പറഞ്ഞോ, പാപ്പൻ തരും. എന്ത് വേണേലും മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് പാപ്പൻ തരാന്നോ? പാപ്പ അല്ലടാവേ, പാപ്പൻ. ഈ ഷാജി പാപ്പൻ. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞ മക്കളെ. ഷാജിപ്പാപ്പ, നമ്മുടെ പിങ്കിയാടല്ലേ, പിങ്കിയാടിനെ പുലി പിടിച്ചുകൊണ്ടുപോയി. എന്റെ കർത്താവേ, ഏത് പുലിയാണ് നമ്മുടെ പിങ്കി മോളെ കൊണ്ടുപോയെ? ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തോണ്ട് ഏത് പുലിയാന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല പാപ്പ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാന്നോടാ ഇടയ്ക്കാരി ലിങ്ക് ഇല്ലാത്ത കോമഡി പറയുന്നേ. ഒരാവശ്യവും ഇല്ലായിരുന്നു, വെറുതെ മേടിച്ചു കെട്ടി. എടാ മക്കളെ, ഈ പാപ്പന്റെ പിങ്കിയാടിനെ പിടിച്ചത് ഏത് പുലിയാണെങ്കിലും ആ പുലിയെ പാപ്പൻ ജീവനോടെ ഇവിടെ കൊണ്ടുവരും. ഈ നടുവെട്ടിയിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോണോ പാപ്പ? പറഞ്ഞ പോലെ അത് നേരാന്നല്ലോ. ഇനിയിപ്പൊ എന്നാ ചെയ്യും കർത്താവേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ പുലിവേട്ടക്കാരൻ വാറുണ്ണിയെ വിളിച്ചാല്? അത് മതി. വാറുണ്ണിയാകുമ്പോ പുലിനെ വേണ്ടി വെച്ച് പിടിക്കും. നോക്കി വെക്കാതെ ഫോൺ എടുത്ത് വാറുണ്ണിയെ പിടിയച്ചോ, അല്ല വിളിയച്ചോ. അല്ല, വാറുണ്ണിയല്ലേ? ഞാൻ പുലിയന്നൂർ ഗ്രാമത്തിൽ നിന്ന് ഫാദർ കുറ്റിക്കാട്ടിലെത്തി. പുലി ഇറങ്ങി, വാറുണ്ണി എത്രയും പെട്ടെന്ന് എത്തണം. സുധിയൊക്കെ മതി. വാറുണ്ണി എന്നാ പറഞ്ഞേ? അവൻ വരാന്ന് പറഞ്ഞു. ഇന്ന് എത്രയും പെട്ടെന്ന് ഒരു വണ്ടി അയച്ചു കൊടുക്ക്.
അയ്യ വണ്ടി വേണ്ട, അവൻ നീന്തി വരാന്ന് പറഞ്ഞു. നീന്തി വരാന്നോ? അതിനാച്ചാ അങ്ങനെ? ചിലപ്പോ അതായിരിക്കും എൻട്രി പഞ്ച്. ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ ഇടയ്ക്ക് തടുക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതങ്ങൾ. ഓഹോ ഇവിടെ ജീവിതങ്ങൾ. പുലിവേട്ടക്കാരൻ വാറുണ്ണി വന്നേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അയ്യോ വാർണി ചേട്ടാ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു വേട്ടക്കാരനെ ജീവനോട് കാണുന്നേ. എന്നതാ പേര്? പാപ്പൻ. അച്ചോ ഏതാ ഈ കോപ്പൻ? ഓപ്പനോ? ഓപ്പനല്ലടാ പാപ്പൻ, ഷാജി പാപ്പൻ. എന്റെ ആടിനെയാ പുലി കൊണ്ടുപോയെ. അവന്റെ ഒരു ആട്. അങ്ങോട്ട് മാറിയിക്ക്, കൊച്ചി ഇങ്ങോട്ട് മാറി. എന്നതാ കൊച്ചിന്റെ പേര്? സെൽവി. സെൽവിയുടെ കൂടെ നിന്ന് ഞാനൊരു സെൽഫി എടുത്തോട്ടെ. അതിനെന്താ, എടുത്തോ. ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക്. കുറച്ചുകൂടെ കുറച്ചുകൂടെ ചേർന്നോ. നന്നായിട്ട് ചേർന്നോന്നേ. ഇത്രേ ഉള്ളൂ, തീർന്നോ? ശോ കഷ്ടം. അച്ഛോ ഇത് കൈവിട്ടു പോകുന്നാ തോന്നുന്നേ. സെൽഫിയോ അതോ സെൽഫിയോ? രണ്ടും. അച്ചോ ഇത് സെൽഫി എടുപ്പൊന്നുമല്ല, ഇതിവൻ ഈ പെങ്കൊച്ചിനെ വെച്ചിട്ടുള്ള മുതലെടുപ്പാ. ഇങ്ങോട്ട് വന്നടി, നാളെ കല്യാണം കഴിച്ച് വേർത്തന്നെ തേച്ചിട്ട് പോണ്ട പെണ്ണ. വാറുണ്ണിയേ, എന്നാ അച്ചോ? ഫോട്ടോ പിടുത്തം കഴിഞ്ഞ? മുഴുവനായിട്ട് അങ്ങോട്ട് ആയില്ല അച്ചോ. സാരമില്ല, സമയമുണ്ടല്ലോ. ഞാൻ ഒതുക്കത്തി എടുത്തോളാം. അല്ലേ സെൽഫി? എന്നാ എടി കേട്ടല്ലോ, മേലിലാവൻ നിൽക്കുന്നതിന്റെ പരിസരത്ത് പോലും പോയേക്കരുത്. അത് പൊട്ടുന്ന തോക്കാണോ ഷാജി പാപ്പ? അതുകൊണ്ടാ പറഞ്ഞ പോയേക്കരുത്. എന്നാ അച്ചോ? എന്റെ കൂടെ ഒരു വേട്ടക്കാരൻ പട്ടി ഉണ്ടായിരുന്നല്ല, കൈസർ. അവൻ എവിടെ? കൈസറ വേറെ പട്ടിയെ പിടിക്കാൻ പോയച്ചോ. അതെന്നാ കൈസർ പുലിപിടുത്തം നിർത്തിയോ? പിന്നെ ഈ കന്നിമാസത്തില് ഏത് പട്ടിയാ പുലിയെ പിടിക്കാൻ പോ? സെൽവിയുടെ വീട് എവിടാ? ഇവിടുന്ന് നേരെ പോയിട്ട് എന്റെ പൊന്നു കുഞ്ഞെ പറഞ്ഞു കൊടുത്തേക്കല്ലേ. പറഞ്ഞൊന്നും കൊടുക്കണ്ട, ഓൻ തേടി കണ്ടുപിടിച്ചു. അതെ, അനുഭവമുള്ള ആളാ. അച്ചോ ഈ മണ്ണുണ്ണി അങ്ങ് പറഞ്ഞു വിട്ടെ. മണ്ണുണ്ണിയല്ല, വാറുണ്ണി. എന്നാ ഉണ്ണിയാണെങ്കിൽ അങ്ങ് പറഞ്ഞു വിടച്ചോ. പറഞ്ഞൊന്നും വിടണ്ട, പോയി. പോയോ? എങ്ങോട്ട് പോയി? ആ പെണ്ണിന്റെ പുറകെ. സമ്മതിക്കുകയല്ലടാ ഞാൻ. ഷാജിയെ, ഷാജി അവിടെ നില്ല. എടാ ഇവരെ പറഞ്ഞു വിട്ടാ പിന്നെ പുലി ആര് വിളിക്കും? മുരുകനെ വിളിക്കാം. അത് പുലി പിടിച്ചു കഴിയുമ്പോഴല്ലേ വിളിക്കുന്ന മുരുകാന്ന്. ആ മുരുകനല്ലടോ, പിന്നെ ഇത് പുലി മുരുകൻ. പുലി മുരുകനെങ്കിൽ പുലി മുരുകൻ. ഒന്ന് വേഗം വിളിക്കലാവേ. ആരും പേടിക്കണ്ട, കപക്കെട്ടിന്റെ ചെറിയൊരു കുറുനേലി. ഞാൻ വിചാരിച്ചു ഈ മുരുകൻ സിനിമ കാണുന്ന പോലെ വള്ളി തൂങ്ങിയായിരിക്കും വരുന്നതെന്ന്. അതായിരുന്നു ഒരു മരണവാസം അല്ലയോ? എന്നിട്ട് വേണം ആ വള്ളി പൊട്ടി വീണ് എന്റെ മരണം ഈ മാസം തന്നെ നടത്താൻ. അല്ലടാ എന്റെ വാറുണ്ണി, അനക്കെന്താമാരി വള്ളി തൂങ്ങി വന്നാല്. ഞാനിതുപോലെ വള്ളിക്കെട്ട് കേസൊന്നും എടുക്കാറില്ല. വരും, വെടിവെക്കും, ഓ. അതെ, അതിനിടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ പറ്റിയ ഒരു പുലിനെയും പിടിക്കും. അല്ല ഇതന്നെ മുരുകൻ കൈ കെട്ടിയിരിക്കുന്നേ. ഇതോ? ആ, ഇത് പീറ്റർ ഹെയിന്റെ ഒരു സമ്മാനമാണ്. അപ്പൊ ഈ കാലി കെട്ടിപ്പടഞ്ഞു കിടക്കുന്നതും പീറ്റർ ഹെയിന്റെ ആന്നോ? അല്ല, ഇത് വെരിക്കോസ് വെയിന്റെയാ. അടുത്ത മാസം ശസ്ത്രക്രിയ, എല്ലാരും വരണം. എവിടെ പുലി? എവിടെ? എനിക്ക് പുലിയെ പിടിക്കാൻ തീർച്ചയായി പറയൂ. അങ്ങനെ പെട്ടെന്ന് പോയി പിടിക്കാൻ ഇത് ഗ്രാഫിക്സ് പുലിയൊന്നുമല്ല, ജീവനുള്ളതാ. അതിനെ വെടിവെച്ച് തന്നെ പിടിക്കണം. ബ്രൂട്ടസ്, നീ വെടിവെക്കാൻ ഇവിടെയും എത്തിയല്ലേ? വന്നാൻ തോക്കെടുക്കും. ബൈ ദ വേ മിസ്റ്റർ കോപ്പൻ. ഓപ്പൻ അല്ലടാ പാപ്പൻ, ഷാജി പാപ്പൻ. എന്ത് ക്നാപ്പനെങ്കിലും ആവട്ടെ, അത്രയും പെട്ടെന്ന് ഈ കാട്ടിലുള്ള എല്ലാ പുലികളുടെയും ഫോട്ടോ എനിക്ക് കിട്ടണം. ഫോട്ടോയാ? എന്തിന്? ഫോട്ടോ കണ്ടാൽ എനിക്ക് മനസ്സിലാകും ഏത് പുലിയാണ് ആടിനെ കൊന്നതെന്ന്. അല്ലാതെ നിരപരാധിയായ ഒരു പുലിയെ ആള് മാറി വെറും സംശയത്തിന്റെ നിഴലിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലാൻ ഞാൻ കേരള പോലീസല്ല. പുലി മുരുകനാണ്, പുലി മുരുകൻ. എടാ കുഞ്ഞെ മുരുക, നീ എങ്ങനെയാ ഈ പുലിയെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്? പുലിയെ അതിന്റെ മടയിൽ പോയി മടിയിലിരുത്തി കൊല്ലണം. അതാണ് മുരുകന്റെ നിയമം. അല്ലാതെ ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. എന്നാ പിന്നെ ഈ ഇരയും കണിയും കൂടെ ഒരു സ്ഥലത്ത് വെച്ചാ പോരെ? വെറുതെ എന്തിനാ പുലിയെ കൺഫ്യൂഷൻ ആക്കുന്നത്? ചിരിക്കണ്ട, ചിരിക്കണ്ട. ഒരു ദിവസം ഞാനിങ്ങനെ കാട്ടിലൂടെ നടന്നു വരുമ്പോ എന്റെ മുമ്പിൽ ഒരു കമ്പിളി. കമ്പിളിയോ? കമ്പിളിയല്ല, കരിമ്പുലി. ഭർത്താവ്, എന്നിട്ട് എന്നിട്ട് ഞാനൊരു ഓട്ടമോടി
ഒരു കൊക്കയുടെ സൈഡിലെത്തി. അപ്പുറത്ത് കൊക്ക, ഇപ്പുറത്ത് ക്രൈം പുലി. ക്രൈം പുലിയോ? ആ ക്രൈം പുലി എന്ത് ക്രൈമും ചെയ്യും, വൃത്തിയേട്ടവൻ. എന്നിട്ട് എന്തായെന്ന് പറയണ്ട മുരുക. ഒരു രക്ഷയില്ലാതായപ്പോ ഞാൻ രണ്ടും കൽപ്പിച്ച് പുലിയോട് പറഞ്ഞു. എന്തിനു പറഞ്ഞു? എന്തെന്നാ പറഞ്ഞെന്നൊന്ന് പറയും. എന്നതാ പറഞ്ഞേ? എന്നാന്ന് വെച്ചാ പറടാ, എല്ലാം കൂടി ചവിട്ടി കൂടും കേട്ടോ. Kill me the bastard! എന്ന് വെച്ചാ എന്നെ കൊല്ലടാ തന്തയില്ലാത്തവനെന്ന്. എന്നിട്ട് എന്തായി? ഞാൻ നോക്കുമ്പോ ആ പുലിയുടെ കണ്ണിൽ നിന്നിങ്ങനെ കൂട്ടുകൂട്ടാ കണ്ണീരൊഴുകുകയായി. ആ പുലിക്ക് തന്തയില്ലായിരുന്നു. യെസ്, ഫാദർലെസ് ലയൺ. കർത്താവേ, അതെ, ഭർത്താവില്ലാത്ത ആ പുലിയുടെ അമ്മക്ക് പറ്റിയ ഒരു കയ്യബദ്ധം. പാവം പുലി. അവന്റെ വിഷമം കണ്ട് മനസ്സരിഞ്ഞു പോയ ഞാൻ തൊട്ടടുത്ത പാറയിൽ എഴുതി വെച്ചു, സോറി ബ്രോ, സോറി. രാവിലെ പുട്ടാന്നല്ലയോ കഴിച്ചേ? അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, നല്ല തള്ളി ഇറക്കുന്നോണ്ട് ചോദിച്ചതാ. അല്ലടോ മുരുക, എനക്കൊരു സംശയം. ഈ പുലിയും സിംഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിംഹവും പുലിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദാസും MG ശ്രീകുമാറും പോലെ. എന്ന് വെച്ചാ താടിയുള്ളത് സിംഹം, താടിയില്ലാത്തത് പുലി. അത് കൊള്ളാമല്ലയോ? അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാ. എടാ മുരുക, നീ കല്യാണം കഴിച്ചാന്നോ? നിന്റെ കുടുംബമൊക്കെ എവിടാ? അങ്ങ് നാട്ടില. ഭാര്യയുടെ പേര് മൈന. 3 കുട്ടികളുണ്ട്. ഇതെന്നോ? മൂത്തവൾ തത്തമ്മ, രണ്ടാമത്തവൾ മാടത്ത, ഏറ്റവും ഇളയവൾ കുരുവി. ഇതെന്തിന് പക്ഷി സങ്കേതോ? ഈ മുരുകൻ എപ്പോഴും കാട്ടിലല്ലയോ? പിന്നെ എങ്ങനെയാ 3 പിള്ളേര്? ഒരുകനല്ലേ കാട്ടിലുള്ളൂ, മൈന വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ആ കോപ്പേ, ഈ വേലി പുലിയെ കൊല്ലാൻ മാത്രമല്ല മരപ്പട്ടിയെ കൊല്ലാൻ ഞാൻ ഉപയോഗിക്കും. എന്നാന്നേലും ഈ പുലി നാട്ടിലിറങ്ങുന്നത് വലിയ ഘട്ടം തന്നെ അല്ല അച്ചോ? അതിന് കാരണം നിങ്ങൾ തന്നെയാ. അതെ, നിങ്ങൾ തന്നെ. നാട്ടിലൊരു പുലി ഇറങ്ങിയെന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ ആടിനെയോ കോഴിനെയോ വെച്ച് ഒരു കെണി ഒരുക്കും. അത് തിന്നാൻ വരുന്ന പുലിയെ ഫോറസ്റ്റുകാര് ഒരു കൂട്ടിലാക്കിയിട്ട് കാട്ടിൽ കൊണ്ടേ വിടും. ആ പുലി കാട്ടിലെ സഹപുലിയന്മാരോട് പറയും, അളിയ, നാട്ടിൽ പോയാൽ കഷ്ടപ്പെടാതെ ഇഷ്ടം പോലെ തിന്നാൻ കിട്ടും. അങ്ങോട്ട് നടന്നു പോകുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ, തിരിച്ചവര് ഇങ്ങോട്ട് വണ്ടി കൊണ്ടാക്കുമെന്ന്. ഇത് കേട്ടാൽ ഏത് പുലിയാ നാട്ടിലേക്കൊന്നും വരാൻ കൊതിക്കാത്തത്? നിങ്ങളാണ് കൊതിക്കില്ലേ? കൊതിക്കില്ലേ? അയ്യോ, വീണ്ടും പുലി ഇറങ്ങിയേ! ഇവിടെ നിന്ന് പുലി മുരുകൻ എവിടെ? മുളക് വാർത്ത ഓടിയിട്ടുണ്ടോ? പുലിയെ പിടിച്ചേ! ചോ, നമ്മുടെ ഷാജി പാപ്പന പുലീനെ പിടിച്ചത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വാറുണ്ണിയും പുലിമുരുകനും കൂടെ അല്ലേ പുലിയെ പിടിക്കാൻ പോയത്? എന്നിട്ട് അവരെവിടെ? അവരുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി. എന്ന് വെച്ചാ അവരുടെ കാര്യം സ്വാഹ. എന്റെ കർത്താവേ, യോമാര് പറയണ എന്തരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലാക്കി തരാ. ഇവന്മാര് രണ്ടുപേരും പുലിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഭയങ്കര വെല്ലുവിളി. വെടിവെച്ചു കൊല്ലുന്നു വാറും. വെടിവെക്കണതിന് മുമ്പ് വേലെറിഞ്ഞു കൊല്ലുന്നു മുരുകൻ. എന്നിട്ട് പാപ്പനെന്ന് പറഞ്ഞില്ലേടാ? സൈ കേട്ടപ്പോ ഞാൻ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞായിരുന്നേ, ആരെങ്കിലും ഒന്ന് താഴാവൂന്ന്. ആഹാ, എന്നിട്ട് അവര് താഴ്ന്നോ? എവിടെ താഴാൻ? രണ്ടുപേരും പുലിപടത്തെത്തി വലിയ താരങ്ങളല്ലേ. പുലിയുടെ മുന്നിൽ താഴ്ന്ന അവർക്ക് വലിയ കുറച്ചിലാ പോലും. എന്നിട്ട് എന്തരായി? എന്തരാവാൻ? വാറുണ്ണി വെടി പൊട്ടിച്ചതും പുലി അങ്ങോട്ട് താഴ്ന്നു. അങ്ങനെ വാറുണ്ണി വെച്ച വെടി മുരുകനിട്ടും കൊണ്ടു, മുരുകനെറിഞ്ഞ വേല വാറുണ്ണിക്കിട്ടും കൊണ്ടു. അങ്ങനെ രണ്ടെണ്ണം ഓൺ ദ സ്പോട്ടിൽ ധീം. അപ്പൊ പാപ്പൻ എങ്ങനെയാടാ പുലിയെ കൊന്നത്? പെട്ടെന്നുള്ള വെടിവെച്ച കേട്ടപ്പോ മരക്കൊമ്പിലിരുന്ന് എന്റെ കാലങ്ങ് സ്ലിപ്പായി പോയിന്നേ. നേരെ വന്ന് വീണതോ ആ പുലിയുടെ മണ്ടയ്ക്ക്. അപ്പൊ തന്നെ പുലിയുടെ ബോധം അങ്ങ് പോയി. അപ്പൊ പാപ്പന്റെയോ? എന്റെ ബോധം വെടിവെച്ച കേട്ടപ്പോഴേ പോയല്ലോ. അങ്ങനെയല്ലയോ ഞാൻ താഴോട്ട് പോകുന്നത്. എന്തരായാലും ഒടുവില് പാപ്പ പുലിയെ പിടിച്ചല്ല. അത് ട്രൂ. ഇന്നു മുതലൊരു ഷാജിപ്പാപ്പനല്ല, പുലിപ്പാപ്പനാ. പുലിപ്പാപ്പൻ. പാപ്പ, പാപ്പ, പുലിപ്പാപ്പ. ധീരതയോടെ നയിച്ചോളൂ. ചുമ്മാ ഇടടാ പോവാൻ. എന്നെ പറയുന്നത് ധീരതയോടെ നയിച്ചോളൂ. കർത്താവിന്റെ അനുഗ്രഹമല്ലയോ?
ഷാജിപ്പാപ്പൻ പുലിയെ പിടിച്ചെന്ന് കേട്ടു. പിടിക്കുക മാത്രമല്ല പുലിയുടെ കരടക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. അവിടെ ബോധം കെട്ട് കിടപ്പുണ്ട്. നിങ്ങളെ പാപ്പന്റെ മുമ്പിലേ ഈ പുലിയൊക്കെ വെറും എലി. ഒന്ന് ചുമ്മാ ഇടവുവേ, ഇതൊക്കെ കർത്താവിന്റെ ഒരു അനുഗ്രഹമല്ലയോ? എന്നാ നോക്കി നിൽക്കാത്ത പൊക്കടാ പാപ്പനെ. അല്ല, ഞങ്ങളുടെ ഈ പാപ്പനെ എങ്ങോട്ട് കൊണ്ടുപോവുക? ഞങ്ങളുടെ നാട്ടിൽ പുലി ഇറങ്ങി എന്റെ ആടിനെ കൊണ്ടുപോയി. അതിനെ പിടിക്കാനാ. എടാ മക്കളെ, എന്നെ പുലിക്ക് തിന്നാൻ കൊണ്ടുപോകുന്നടാ. അങ്ങനെ ഷാജിപ്പാപ്പൻ പുലിക്ക് പാപ്പമായി.